രാക്ഷസ രാജാവായ രാവണന്റെ പത്നിയാണ് ലാവണ്യവതിയായ മണ്ഡോദരി. രാവണന് ഇവളിൽ മേഘനാഥൻ, അതികായൻ, അക്ഷയകുമാരൻ എന്നിങ്ങനെ പരാക്രമികളായ 3 പുത്രന്മാരുണ്ടായിരുന്നു. ഇന്ദ്രനെ പോലും പരാജിതനാക്കുവാൻ കഴിവുള്ളവനായിരുന്നു മേഘനാഥൻ അഥവാ ഇന്ദ്രജിത്ത്. രാവണന്റെ പ്രിയപുത്രനായ ഈ യുവാവ് യഥാർത്ഥത്തിൽ പരമശിവന്റെ പുത്രനാണെന്ന് ഉത്തരരാമായണം പറയുന്നു. ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ മധുര എന്ന അപ്സര സ്ത്രീ സോമവരവ്രതം അനുഷ്ഠിച്ച് ഭഗവാൻ ശങ്കരനെ നമസ്കരിക്കുവാനായി കൈലാസത്തിലേക്ക് പോയി. രൂപവതിയായ മധുര സർവാഭരണ വിഭൂഷിതയും സർവാഡംബര പ്രിയയുമായിരുന്നു. പരമശിവന്റെ അതുല്യ പരാക്രമത്തിലും ശക്തിയിലും മധുര ആകൃഷ്ടയുമായിരുന്നു. അദ്ദേഹത്തെ പതിയായി ലഭിക്കുവാൻ അവൾ കൊതിച്ചു. അതിനായി മധുര പാർവതി കൈലാസത്തിൽ ഇല്ലായിരുന്ന സന്ദർഭം നോക്കി പരമേശ്വരന്റെ സവിധത്തിലെത്തി. തന്റെ കൺമുമ്പിൽ നിൽക്കുന്ന സുന്ദരാംഗനയെ കണ്ട് പരമശിവനും അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം അവളെ കാമാവേശത്തോടെ ആലിംഗനം ചെയ്തു. ഈ സമയം പാർവതി അന്തപുരത്തിലെത്തി. ഭർതൃസവിധം നിൽക്കുന്ന സുന്ദരിയെ കണ്ടതോടെ ദേവിയുടെ ഹൃദയം സംശയകുലമായി മാറി. ആ സമയം വരെ സംഭവിച്ച കാര്യങ്ങൾ മനക്കണക്കിൽ ദർശിച്ച പാർവതി കുപിതയായി തീർന്നു. ഹേ ദുഷ്ടേ, ഞാനില്ലാത്ത അവസരം നോക്കി എന്റെ അറയ്ക്കുള്ളിൽ കിടന്ന് എന്റെ പതിയുടെ സ്നേഹം അപഹരിച്ച നീ നീചയാ. എന്റെ പതിയിൽ നിന്നും ഗർഭം ധരിച്ച നീ അദ്ദേഹത്തിന്റെ ഭാര്യയായി ഇവിടെ വസിക്കാമെന്ന് കരുതുന്നുവോ? നിന്റെ സൗന്ദര്യം നശിച്ച് ഒരു തവളയായി നീ മാറട്ടെ. ദേവി മധുരയെ ശപിച്ചു. ശാപം കേട്ട മധുര ഞെട്ടിപ്പോയി. അവൾ വിലപിച്ചുകൊണ്ട് പരമശിവനോട് പരിഭവപ്പെട്ടു. ദേവ, അവിടുത്തെ ഗർഭം സ്വീകരിച്ചത് എന്റെ മാത്രം കുറ്റമല്ലല്ലോ. പ്രഭു, അവിടുത്തെ ഹൃദയം കുറിച്ച് മാത്രങ്ങളാണെങ്കിലും എനിക്ക് നേരെ പ്രേമം വർഷിച്ചതല്ലേ. അങ്ങാലിംഗനം ചെയ്ത എന്റെ മോഹനാംഗം ഒരു തവളയുടേതായി തീരുന്നതിൽ അവിടുന്ന് ദുഃഖിക്കുന്നില്ലേ? മധുരയുടെ കണ്ണുനീർ പരമേശ്വരനെയും ദുഃഖത്തിലാഴ്ത്തി. എങ്കിലും അത്സമയം തന്നെ വീണ്ടെടുത്തുകൊണ്ട് അദ്ദേഹം മധുരയെ സ്വാന്തനിപ്പിച്ചു. സുന്ദരി, കണ്ണുനീർ തുടച്ചാലും ദേവി പാർവതിയുടെ വാക്കുകൾ ഫലിക്കാതെയാവുകയില്ല. നിനക്ക് ശാപമോക്ഷം നൽകുക മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യം. ഭദ്രേ, മണ്ഡൂഗർഭൂരത്തിൽ 12 വർഷക്കാലം മാത്രം നിനക്ക് കഴിഞ്ഞാൽ മതിയാകും. അതിനുശേഷം മയന്റെ പുത്രിയായി മാറുവാൻ അതുല്യ പ്രതാപിയായ ഒരു രാജാവിന്റെ പത്നിപദം അലങ്കരിക്കുവാനും നിനക്ക് സാധിക്കുന്നതാണ്. നിനക്ക് ജനിക്കുന്ന എന്റെ പുത്രനും അതിവിക്രമനായി തീരുന്നതായിരിക്കും. അതനുസരിച്ച് മധുര ഉടൻ തന്നെ ഒരു തവളയായി മഹാവനത്തിന് സമീപത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കഴിഞ്ഞുകൂടി. പൊട്ടക്കിണറ്റിന് സമീപത്തായി മയൻ ഒരു പുത്രിക്കായി തപസ് ചെയ്തുകൊണ്ടിരുന്നു. മധുര മണ്ഡൂകവുമായി മാറിയിട്ട് 12 വർഷമായ വേളയിൽ മയൻ പൊട്ടക്കിണറ്റിൽ നോക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത്ഭുതത്താലും ആനന്ദത്താലും വിടർന്നുപോയി. കിണറ്റിനുള്ളിൽ അതിസുന്ദരിയായ ഒരു ബാലിക. മയനുടൻ തന്നെ അവളെ പുറത്തെടുത്തുകൊണ്ട് രാജകൊട്ടാരത്തിൽ കൊണ്ടുപോയി. മണ്ഡോദരി എന്ന പേര് വളർത്തിക്കൊണ്ടുവന്നു. മോഹിനിയും പണ്ഡിതയും സർവകലങ്കര പരാങ്കതിയുമായ കന്യക മയന്റെ കൊട്ടാരം തന്റെ സാന്നിധ്യത്താൽ അലങ്കരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അസുരേശ്വരനായ രാവണൻ മയന്റെ കൊട്ടാരത്തിൽ വന്നു ചേരുകയും മണ്ഡോദരിയെ പത്നിയായി ആവശ്യപ്പെടുകയും ചെയ്തു. രാവണന്റെ കരബലത്തിലും ശക്തിയിലും പ്രതാപത്തിലും തൃപ്തനായ മയൻ തന്റെ ഓമനപുത്രിയെ രാവണനെ വിവാഹം ചെയ്തു കൊടുത്തു. യഥാകാലം മണ്ഡോദരി ഒരു പുത്രന് ജന്മം കൊടുത്തു. തേജസ്വിയും ശക്തിയുമായ ഒരു ശിശുവിന് രാവണൻ മേഘനാഥൻ എന്ന് പേര് നൽകി. യഥാർത്ഥത്തിൽ മധുരയുടെ ഗർഭത്തിൽ ബീജരൂപത്തിൽ പ്രവേശിച്ച ശിവവീര്യമാണ് മണ്ഡോദരിയുടെ ഗർഭത്തിൽ നിന്നും പുത്രരൂപത്തിൽ പുറത്തു വന്നതെന്ന് പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതേ ആൾ തന്നെയാണ് ഈ പറയുന്ന മേഘനാഥനായ ഇന്ദ്രജിത്ത്. അടുത്തത് സുദ്യുമ്നൻ സ്ത്രീയായ കഥയാണ്. തുടരും.